Rahmatullahi wa barakatuh. Bismillah, alhamdulillah. Wassalatu wassalamu ala ashrafil makhluqin wa ala alihi wa sahbihi ajma'in biridallahu ma ba'd. Mustafa tane rahmat pela ko salam shamhe baz mein bidayat pela ko salam. ഏറ്റവും ആദരവ് നിറഞ്ഞ വിധികർത്താക്കൾ, മറ്റ് ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടി ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാടുവാനും പറയുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടുത്തെ ജീവിതങ്ങളിൽ മൊത്തവും കരുണയാണ് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരുണ്യത്തിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന വിഷയത്തിൽ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും അവിടുത്തെ ജീവിതത്തിൽ കാരുണ്യത്തിന്റെ എത്രമാത്രം കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അതാ ഒരു വഴിയിലൂടെ ഇങ്ങനെ കടന്നുപോയി കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ അതാ ഒരു മാൻപേടയെ വേട്ട പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേട്ടക്കാരനെ കാണുകയാണ്. ആ വേട്ടയാടിയ ആ മാൻപേടയെ അവിടെ നിന്നും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, അല്ലയോ റസൂലേ, അല്ലയോ ഹബീബേ, അങ്ങനെക്കൊരു ഉപകാരം ചെയ്തു തരുമോ, ഒരു സഹായം എനിക്ക് ചെയ്തു തരുമോ ഹബീബായ തങ്ങളെ? എന്നെ ഇതാ ഇവിടെ വേട്ടയാടി പിടിച്ചതാണ്, എന്നാൽ എന്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ കാട്ടിലയിക്കുന്നുണ്ട്. ആ മാൻപേട എവിടെ നിന്നതാ ഹബീബായ തങ്ങളോട് വിഷമം പറയുകയാ. ഹബീബായ തങ്ങളോട് വിഷമം പറയുമ്പോ ഹബീബായ തങ്ങൾ അവിടെ നിന്ന് സ്വീകരിക്കുകയാണ്. ഹബീബായ തങ്ങൾ പറയുകയാണ്, ആ വേട്ടക്കാരനോട് ഹബീബായ തങ്ങൾ പറയാണ്, അല്ലയോ വേട്ടക്കാരാ, ഈ മാൻപേടയെ ഒന്ന് പറഞ്ഞേക്കണേ. ആ മാൻപേട തിരിച്ചു വരുന്നത് വരെ വിനീതനായ ഞാനിവിടെ കാവൽ നിന്നോളാം. അവൻക്ക് ബദലായിട്ട്, ആ മാൻപേടക്ക് പകരമായിട്ട് ഞാനിവിടെ നിന്നോളാം. എന്നിട്ടതാ മാൻപേടയെ അങ്ങ് പറഞ്ഞേക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അതാ മാൻപേട ഓടി വരുന്നു. ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക്, രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് കൊടുത്തുകൊണ്ട് ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് ഓടി വരികയാണ്. എന്നിട്ട് ഹബീബായ തങ്ങളുടെ മുന്നിൽ ആ വേട്ടക്കാരന് വളരെയധികം അത്ഭുതത്തോടെ അവിടെ നിന്ന് ഹബീബായ തങ്ങളോട് പറയുകയാ, ഈ ഒരു മൃഗം, അതേ സംസാരിക്കാൻ പോലും ശേഷിയില്ലാത്ത ഈ മൃഗമുണ്ടല്ലോ, ഈ മാൻപേടയുണ്ടല്ലോ, ഈ മാൻപേട അങ്ങക്ക് ഈ മാൻപേടയോടാണല്ലോ ഹബീബായ തങ്ങളെ നിങ്ങൾ എത്രമാത്രം കരുണ കാണിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ എത്രമാത്രം സ്നേഹമാണെന്ന് പറഞ്ഞ് ഹബീബായ തങ്ങളോട് അവിടെ നിന്നതാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ശഹാദത്ത് കലിമയിൽ അവിടെ നിന്നതാ ആ വേട്ടക്കാരൻ മുസ്ലിം ആവുകയാണ്. എത്രമാത്രം കരുണയാണ് ആ മാൻപേടയോട് അല്ലാഹുവിന്റെ ഹബീബ് കാണിക്കുന്നത്. എന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തങ്ങളെ കുറിച്ച് മഹാനായ നബവി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഉമർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിൽ നിന്ന് കണ്ട അനുഭവമായിട്ട് രേഖപ്പെടുത്തുകയാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിക്കുകയാണ്. മദീന തെരുവിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോ ഒരു മനുഷ്യനതാ, ഒരു അൻസാരിയായ ഒരു മനുഷ്യനതാ കണ്ടുമുട്ടുകയാ. എന്നിട്ട് ആ അൻസാരിയായ മനുഷ്യന് അതാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യില് വെറും 10 നാണയമാണ് കയ്യിൽ
കയ്യിലുണ്ടായിരുന്നത് ആ 10 നാണയത്തിൽ നിന്ന് ഒരു 4 നാണയം എടുത്തുകൊണ്ട് നല്ല കമ്മീസ് അണിഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങള് വാങ്ങിക്കൊണ്ട് കടയിൽ നിന്ന് വരുന്ന സമയത്താ ഈ മനുഷ്യനെ കാണുന്നത്. ആ മനുഷ്യൻ അവിടെ നിന്ന് കണ്ട സമയത്ത് മനുഷ്യൻ ചോദിക്കുകയാണ്, ആ അറാബി ചോദിക്കുകയാണ്, അല്ലയോ ഹബീബായ തങ്ങളെ, എനിക്ക് ആ കമീസ് ഒന്ന് തരുമോ? ഉടനെ തന്നെ ഹബീബായ തങ്ങൾ ആ കമീസിന് കോരിക്കൊണ്ട് കയ്യിൽ കൊടുക്കുകയാണ്. ആ കൂരി കൊടുക്കുന്നതിന് മുമ്പ് ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാണ്, ഹബീബായ തങ്ങളെ, അങ്ങേക്ക് നാളെ അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്തുന്ന അള്ളാഹു നല്ല വസ്ത്രം തരട്ടെ. ആരോടാണ് ഈ കാര്യം പറയുന്നത്? ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറ ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാ പറയുന്നത്. ആരാണ് ത്വാഹ റസൂലുള്ളാഹി? തങ്ങളാണ് നാളെ ആ സ്വർഗ്ഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യാനുള്ളത്. ആ ഉദ്ഘാടനം ചെയ്യാനുള്ള തങ്ങളാണ് അവിടെ നിന്ന് ആ ഹബീബായ തങ്ങളാണ് നാളെ ഉദ്ഘാടനം ചെയ്യാനുള്ളത്. ആ ഹബീബായ തങ്ങള് അവിടെ നിന്നും അതാ ആ സ്വഹാബി ആ മനുഷ്യന്റെ കയ്യിലേക്ക് ആ പട്ടങ്ങ് കൊടുക്കുകയാണ്, വസ്ത്രമങ്ങ് കൊടുക്കുകയാണ്. അത്രമാത്രം കരുണയാണ് അവിടെ നിന്ന് കാണിക്കുന്നത്. നമ്മളാണെങ്കിൽ എന്തായിരിക്കും പറയുക? ഞാനാണ് ഉദ്ഘാടനം ചെയ്യാനുള്ളത്, എന്നിട്ട് എന്റെ കാര്യത്തിലാണോ നീ പറയുന്നത് എന്ന് പറയുന്ന നമ്മൾ മനുഷ്യരാണ്. എങ്കിൽ ഹബീബായ തങ്ങൾ അവിടെ നിന്ന് കരുണയുടെ ഭാഷത്തിൽ അവിടെ നിന്നും ആ കുട്ടി ആ വസ്ത്രം കൊടുക്കുകയാണ്. അവിടെ നിന്നും അതാ ആ സ്വഹാബി അവിടെ നിന്നും കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രമാത്രം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തെ അത്രമാത്രം കരുണ കാണിച്ചിട്ടുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അവിടുത്തെ മദതും ഹിമായത്തും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.